ഹായ് ഫ്രണ്ട്സ്, ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് വന്നിട്ടുള്ള ചില സിനിമ പേരുകളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഉദാഹരണമായി ഫ്രണ്ട്സ് എന്ന ഇംഗ്ലീഷ് പേരിൻ്റെ അർത്ഥം കൂട്ടുകാർ എന്നാണല്ലോ. ഫ്രണ്ട്സ് എന്ന സിനിമയിലെ നായകൻ ജയറാമാണ്. അതേപോലെ തന്നെ കൂട്ടുകാർ എന്ന് പറയുന്ന സിനിമയിലെ നായകൻ വിനു മോഹനുമാണ്. ഈ രീതിയിലുള്ള ചില സിനിമാ പേരുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. സൈജു കുറുപ്പ് നായകനായിട്ടുള്ള സിനിമയാണ് സ്കെച്ച്. ആസിഫ് അലി നായകനായിട്ടുള്ള സിനിമയാണ് രേഖാചിത്രം. സ്കെച്ചിൻ്റെ മലയാളമാണല്ലോ രേഖാചിത്രം. വിജി തമ്പി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ മലയാളമായിട്ടുള്ള രസതന്ത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് സത്യൻ അന്തിക്കാടാണ്. ദിലീപിനെ നായകനാക്കിയിട്ടുള്ള സിനിമയാണ് കളേഴ്സ്. കുഞ്ചാക്കോപൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് നിറം. ഭാവനയെ നായികയാക്കിയിട്ട് ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ഹണ്ട്. കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ് വേട്ട. സുരേഷ് ഗോപിയെ നായകനാക്കിയിട്ട് ഷാജി കൈലാസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ദ ന്യൂസ്. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള വാർത്ത. മമ്മൂട്ടി ഷാജി കൈലാസ് കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു സിനിമയാണ് ദ ട്രൂത്ത്. ദ ട്രൂത്തിൻ്റെ മലയാളം പേരായിട്ടുള്ള സത്യം സംവിധാനം ചെയ്തിട്ടുള്ളത് വിനയനാണ്. പൃഥ്വിരാജായിരുന്നു ഈ സിനിമയിലെ നായകൻ. ഹോമോസെക്ഷൽ പ്രണയചിത്രമായിട്ടുള്ള ദ ജേണി. മമ്മൂട്ടിയെ നായകനാക്കി ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്തിട്ടുള്ള ഒരു ക്ലാസിക് സിനിമയാണ് യാത്ര. പൃഥ്വിരാജ്, ജയസൂര്യ തുടങ്ങിയവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ലാൽജോ സംവിധാനം ചെയ്തിട്ടുള്ള സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ക്ലാസ്മേറ്റ്സ്. വിനീത് കുമാറിനെ നായകനാക്കി രാജൻ കേസിന്റെ കഥ പറഞ്ഞിട്ടുള്ള സിനിമയായിരുന്നു സഹപാഠി. പൃഥ്വിരാജിന്റെ സിക്സ് പാക്ക് കാണിച്ചു തന്നിട്ടുള്ള സിനിമയായിരുന്നു ഹീറോ. പഴയ മോഹൻലാൽ നായകനായിട്ടുള്ള ഒരു സിനിമയുണ്ട് നായകൻ. അതേപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ ലിജോ ജോസ് പല്ലിശ്ശേരി ഇന്ദ്രജിത്തിനെ നായകനാക്കിയിട്ടും നായകൻ എന്ന പേരിൽ ഒരു സിനിമ എടുത്തിട്ടുണ്ട്. നായകൻ എന്ന പേരിൽ മലയാളത്തിൽ 2 സിനിമകളുണ്ട്. ജയറാമിനെ നായകനാക്കി റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു സൂപ്പർമാൻ. വിനയൻ്റെ സയൻസ് ഫിക്ഷൻ സിനിമയായിരുന്നു അതിശയൻ. ദിലീപിനെ നായകനാക്കിയിട്ട് സിദ്ദീഖ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയായിരുന്നു ബോഡിഗാർഡ്. ബോഡിഗാർഡിൻ്റെ മലയാള രൂപമാണല്ലോ കാവൽ. ഈ സിനിമയിൽ നായകൻ സുരേഷ് ഗോപിയായിരുന്നു. സംവിധാനം ചെയ്തത് നിതിൻ രഞ്ജി പണിക്കർ. സുരേഷ് ഗോപിയെ നായകനാക്കി IV ശശി സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ദ സിറ്റി. ഇതേ സിറ്റിയുടെ മലയാള രൂപമായിട്ടുള്ള നഗരം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് MA നിഷാദാണ്. കലാഭവൻ മണി, ബിജു മേനോൻ, ഗോപിക തുടങ്ങിയവരൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ലാൽ മമ്മൂട്ടി കോംബോയിൽ ഇറങ്ങിയ സിനിമയായിരുന്നു കോബ്ര. ഇതിൻ്റെ മലയാള രൂപമായിട്ടുള്ള മൂർഖൻ എന്ന സിനിമയിൽ നായകനാക്കിയിട്ടുള്ളത് ജയൻ ആയിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി സിദ്ദീഖ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ക്രോണിക് ബാച്ചിലർ. മമ്മൂക്ക ക്രോണിക് ബാച്ചിലർ ആയാൽ ലാലേട്ടന് തീർച്ചയായിട്ടും മിസ്റ്റർ ബ്രഹ്മചാരി ആവണമല്ലോ. സംവിധാനം ചെയ്തിട്ടുള്ളത് തുളസി ദാസാണ്. മോഹൻലാലിനെ നായകനാക്കി സിദ്ദീഖ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബിഗ് ബ്രദർ. മമ്മൂട്ടിയെ നായകനാക്കി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു വെള്ളിയാട്ടൻ. ഷാജി കൈലാസ് സുരേഷ് ഗോപിയെ നായകനാക്കി ചെയ്തിട്ടുള്ള ഒരു പോലീസ് ത്രില്ലർ സിനിമയായിരുന്നു ദ ടൈഗർ. ഇതിൻ്റെ മലയാള രൂപമായിട്ടുള്ള കടുവ എന്ന പേരിലും സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഷാജി കൈലാസ് തന്നെയാണ്. കടുവയിലെ നായകൻ പൃഥ്വിരാജായിരുന്നു. പൃഥ്വിരാജിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്തിട്ടുള്ള ത്രില്ലർ സിനിമയായിരുന്നു മെമ്മറീസ്. ശങ്കർജിയാണ് ഓർമ്മകളിൽ എന്ന പേരിലുള്ള സിനിമയിലെ നായകനായി അഭിനയിച്ചിട്ടുള്ളത്. ഷാജി കൈലാസ് സുരേഷ് ഗോപിയെ നായകനാക്കി ചെയ്തിട്ടുള്ള സിനിമയാണ് മാഫിയ. ഇതുകൂടാതെ ആസിഫ് അലി നായകനായിട്ട് അണ്ടർവേൾഡ് എന്ന പേരിലൊരു സിനിമയുമുണ്ട്. എന്തായാലും അധോലോകം എന്ന പേരിൽ ഒരു സിനിമയുണ്ട്. സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ത്യാഗരാജനാണ്. ചെല്ലപ്പൻ ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. മോഹൻലാൽ, രാജീവ് അഞ്ചൽ കൂട്ടുകെട്ടിൽ ഇറങ്ങിയിട്ടുള്ള സിനിമയായിരുന്നു ബട്ടർഫ്ലൈസ്. എന്നാൽ ചിത്രശലഭം എന്ന പേരിൽ ജയറാം നായകനായി KB മധു സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട്. ആനന്ദ് എന്ന ഹിന്ദി സിനിമയുടെ ഒരു മലയാളം വേർഷൻ കൂടിയായിരുന്നു ചിത്രശലഭം. സൈജു കുറുപ്പ് നായകനായി അഭിനയിച്ച ഒരു ത്രില്ലർ സിനിമയായിരുന്നു ദ ഗാർഡിയൻ. എന്നാൽ കലാഭവൻ മണി നായകനായിട്ട് ഗാർഡിയന്റെ മലയാളം പേരായിട്ടുള്ള രക്ഷകൻ എന്ന പേരിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്പിരിറ്റിന് പല അർത്ഥങ്ങളുണ്ട്. സ്പിരിറ്റിന് ആത്മാവ് എന്ന പ്രേതം എന്നൊക്കെ അർത്ഥമുണ്ട്. അതേസമയം മദ്യം എന്നുള്ള അർത്ഥമുണ്ട്.
രഞ്ജിത്ത് മോഹൻലാലിനെ നായകനായിട്ട് സ്പിരിറ്റ് എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പ്രേതം എന്ന അർത്ഥത്തിൽ നമുക്ക് അതിനെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രേതം 1, 2 ഈ 2 സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ളത് രഞ്ജിത്ത് ശങ്കറാണ്. 2 സിനിമയിലെയും നായകൻ ജയസൂര്യയായിരുന്നു. ഇതേപോലെ മറ്റ് ഭാഷയിൽ ഇംഗ്ലീഷിലോ മറ്റേതെങ്കിലും ഭാഷയിൽ പേരും അതിൻ്റെ മലയാളത്തിലുള്ള പേരും ഉള്ള ഏതെങ്കിലും സിനിമകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ബൈ.